നോക്കാം വെൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. അത് തന്നെ ഒരു റെക്റ്റാങ്കിൾ, അതിനുശേഷം ഒരു സർക്കിളിലൂടെ കടന്നു പോകുന്ന വേറൊരു സർക്കിൾ വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ a - b എന്നാണ് ഡിഫറൻസിയേഷൻ മൈനസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. a - b വെൻ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, യൂണിയനിലും ഇന്റർസെക്ഷനിലും പറഞ്ഞ പോലെ തന്നെ ഇത് മൊത്തത്തിലൊരു യൂണിയൻ എ ബി, ഇത് സർക്കിൾ എ, ഇത് സർക്കിൾ ബി, എ ബി എന്ന് ഡിനോട്ട് ചെയ്യണം. ഇതിൽ ഡിഫറൻസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ a - b വെൻ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്യുക. കോമണും പിന്നെ ബി പാർട്ടും നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് a - b വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. നമുക്ക് അതിലെ കണക്കുകളിലേക്ക് പോയി നോക്കാം. a - b അതിലെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഫുൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ തരുന്നത്, ഇത് ആൻസർ അല്ല. b 2 5 7 8 ഇത് എയും ബിയും a - b കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ എഴുതുന്നേ ഉള്ളൂ. a - b കണ്ടുപിടിക്കാനാണ് ചോദ്യം. a തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്. a - b കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് നോക്കേണ്ടത് എയിലുള്ള എല്ലാ എലമെന്റ്സും വേണം, അത് ബിയിലുള്ള ഉണ്ടാവുകയും ചെയ്യരുത്. എയിലുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത്. പ്രിഫറൻസ് കൊടുക്കേണ്ട എയിലും, ബിയിലുള്ള ഒന്ന് എയിലും കാണരുത്, കോമൺ ആയിട്ട് വരുന്നതും കാണരുത്. കോമൺ ആയിട്ട് വരുന്നതും ഈ ബിയിലുള്ളതുമായിട്ടുള്ള എലമെന്റ്സ് എയിലുണ്ടെങ്കിൽ അത് പാടില്ല. നമുക്ക് നോക്കാം. കോമൺ ആയിട്ടുള്ളത് നോക്കാം. 5 5 ഈ കോമൺ ആയിട്ട് വരുന്നത് 5. ഈ സെറ്റിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 5 മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ കോമൺ 2 ഉണ്ട്, സോറി 2 വരുന്നുണ്ട് കോമൺ ആയിട്ട്. പിന്നെ ബിയിൽ ഇല്ലാത്തത് മാത്രമായിട്ട് എഴുതി നോക്കാം. നമുക്ക് 1 ബിയിലില്ല, ബി സബ്സെറ്റിൽ ഇല്ല, അതുകൊണ്ട് 1 എഴുതാം. 7 ഇതിലില്ല, അന്നേരം 3 ഉണ്ടോ നോക്കാം. നമുക്കിവിടെ 3 ഇല്ല, അതുകൊണ്ട് 3 എഴുതാൻ വെക്കും. ബിയിൽ ഇല്ലാത്തതുകൊണ്ട് 4 ഇല്ല, അതുകൊണ്ട് 4 എഴുതാൻ പറ്റും. 5 കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് 5 ഉണ്ട്, അതുകൊണ്ട് കോമൺ എടുക്കരുത്. ബി പാർട്ടിലുള്ള ഒന്നും എടുക്കരുത്. കോമൺ ഇല്ലാത്തതും ബി പാർട്ടിലും ഇല്ലാത്തതായിരിക്കണം എ വരേണ്ടത്. അതായത് a - b എന്ന് പറഞ്ഞാൽ 1 2 1 3 4 എന്നിവയാണ് a - bയിൽ വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ സെയിം എ ബി തന്നെ b - a നോക്കി നോക്കാം. b - a, അതായത് ബിയിൽ നിന്ന് a - ചെയ്യുക. കോമൺ ആയിട്ടുള്ളതും വരരുത്. ഇപ്പൊ പ്രിഫറൻസ് കൊടുക്കേണ്ട ബി മാത്രമാണ്, പ്രിഫറൻസ് കൊടുക്കേണ്ട ബി. ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള നോക്കാം. 2 കോമൺ ആയിട്ട് രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് എടുത്തുകൂടാ. 5 കോമൺ ആയിട്ട് വരുന്നുണ്ട്, എടുത്തുകൂടാ. 7 1 2 3 4 5 7 ഇല്ല, അതുകൊണ്ട് നമുക്ക് b - a ഫസ്റ്റ് ആയിട്ട് 7 തന്നെ നമുക്ക് എടുത്തു നോക്കാം. 8 എയിലില്ല, അതുകൊണ്ട് 8 ഉണ്ട്. ഇതാണ് നമ്മുടെ b - a നമുക്ക് കിട്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ a = 1 2 3 4 5 6. b = set 2 4 6 8. നമ്മൾ 2 സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് a - b ആയിരിക്കും ഡിഫറൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. a - b, അതേപോലെ തന്നെ b - a, അതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് അത് നമുക്ക് നോക്കാം. a - b നോക്കി നോക്കാം. ആദ്യം തന്നെ a - b നമുക്ക് നോക്കാം. ആദ്യം തന്നെ എയിൽ
എയ്ക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഒന്നും എടുക്കരുത്. കോമൺ ആയിട്ട് വരുന്നത് 2 കോമൺ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് 2 എടുക്കാൻ ഒക്കത്തില്ല. 4 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 6 കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് 2, 3, 6 നമുക്ക് എടുക്കേണ്ടത്. എയിലുള്ളത് A-B ആണെങ്കിൽ എയിലുള്ളത് മാത്രം നമുക്ക് നോക്കാം. എയിലുള്ളത് മാത്രമേ നോക്കാവൂ, ബി നോക്കണ്ട. നമുക്ക് കോമൺ ആയിട്ടുള്ളത് മാത്രം നോക്കിയിട്ട് ബി വെട്ടേക്കുക, നമുക്കൊന്നും വേണ്ട, ബി വേണ്ട. നമുക്ക് നോക്കാം. ആദ്യം തന്നെ സെറ്റിൻ്റെ അകത്ത് ഇടുക. 1, 2 കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ വരുന്നുണ്ട്, നമുക്ക് വേണ്ട. 3, 4 കോമൺ ആയിട്ട് വരുന്നുണ്ട്, വേണ്ട. 5, 6 കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് വേണ്ട. അതുകൊണ്ട് A-B ഇതാണ് വരുന്നത്. A-B 1, 3, 5. ഇനി B-A നോക്കി നോക്കാം. B-A is equal to സെറ്റ് ഇടുക. B-A കൊടുക്കേണ്ട പ്രിഫറൻസ് ബിക്ക് ആയിരിക്കണം. ബിക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് കോമൺ ആയിട്ടുള്ളത് വരുന്നത് നമുക്ക് നേരത്തെ നോക്കിയിട്ടുണ്ട്. 2 കോമൺ ആണെന്നും 4 കോമൺ ആണെന്നും 6 കോമൺ ആണെന്നും. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ കോമൺ ആയിട്ട് വരാത്തത് നോക്കാം. B-A എന്ന് നോക്കാം. ബിക്ക് വേണം പ്രിഫറൻസ് കൊടുക്കാൻ. അതുകൊണ്ട് 2, 4, 6, 8 അതിൽ കോമൺ ആയിട്ട് വരുന്നത് ഇത് 3 കോമൺ ആയിട്ട് വരുന്നു. അതുകൊണ്ട് 8 മാത്രം, ഈ സെറ്റിൽ 8 മാത്രമേ ഉള്ളൂ വരുന്നത്, B-A വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത് നോക്കി നോക്കാം. x മൈനസ് y, y മൈനസ് x, x y. അതിൽ തന്നെ x is equal to A, B, C, D. Y is equal to F, B, D, G. F, B, D, G. അതിൽ തന്നെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ, സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ. എന്നിട്ട് തന്നെ ഫസ്റ്റ് പാർട്ട് എക്സ് മൈനസ് വൈ നമുക്ക് നോക്കാം. എക്സ് താ കിടപ്പുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സിന് വേണം എക്സ് മൈനസ് വൈയിൽ വരുവാണെങ്കിൽ എക്സിന് വേണം പ്രിഫറൻസ് കൊടുക്കാൻ. എക്സ് നോക്കാം. A-B-C-D. A-B-C-D കോമൺ, എക്സിലും വൈയിലും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് വരുന്നത് ഡി മാത്രമാണ്. നമുക്ക് നോക്കാം. A-B-C-D, F-B. ബിയും കോമൺ ആയിട്ട് വരുന്നുണ്ട്, നോക്കണം, ശ്രദ്ധിക്കണം. ഈ കണക്കുകൾ ഇങ്ങനെയാണ് മാർക്ക് പോകാൻ ചാൻസ് കൂടുതലും. ബി നമുക്ക് കോമൺ ആയിട്ട് വരുന്നു, ഡി കോമൺ ആയിട്ട് വരുന്നു, വേറെ ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ല. അന്നേരം ഇത് 2 ഒഴിച്ച് എയിലുള്ള ബാക്കി എല്ലാം എടുത്തെഴുതാം, എക്സിലുള്ള ബാക്കി എല്ലാം എടുത്തെഴുതാം. അതായത് വരുന്നത് എ വരും, സി വരും, ഇത് 2 മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ബിയും ഡിയും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് എടുക്കണ്ട. B-A കാര്യമാണ് പറയുന്നത്. ഇനി y മൈനസ് എക്സ് നോക്കാം. y മൈനസ് എക്സ് കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ ഈ എക്സ് മൈനസ് വൈയിലും y മൈനസ് എക്സിലും കോമൺ ആയിട്ട് വരുന്നതിൻ്റെ എല്ലാം ഈക്വൽ ആയിരിക്കും. കാര്യം നമുക്ക് നോക്കാം. ഇത് 2നും കോമൺ ആയിട്ട് വരുന്നതിൻ്റെ എയും ബി ആയാലും ബി, ഡി ആയാലും ഡി കോമൺ ആയിട്ട് വരുന്നത് സെയിം ആയിരിക്കും. നമ്മൾ ഇവിടെ വരുന്നതിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അതായത് വൈക്കായിരിക്കും ഇവിടെ വരുമ്പോൾ പ്രിഫറൻസ് കൊടുക്കേണ്ട. നേരത്തെ എക്സിനായിരിക്കും, ഇപ്പം വൈക്ക് പ്രിഫറൻസ് കൊടുത്തോണ്ട് നോക്കി നോക്കാം. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ബിയും ഡിയും, കോമൺ അല്ലാതെ വരുന്നത് എഫും ജിയും. അതായത് ഈ സെറ്റിൻ്റെ അകത്ത് വരുന്നത് എഫും ജിയും മാത്രമാണ്, വേറെ ഒന്നുമില്ല. എന്നാൽ ഈ y മൈനസ് എക്സ് സെറ്റ് ഇതാണ്, ഇതിൻ്റെ ഉത്തരം ഇതാണ്. നമുക്കിനി എക്സ് ഇൻ്റഗ്രൽ കട്ട് ചെയ്യാറുണ്ട്, ഇതിൻ്റെ പേര് ഇത് ഇനി ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ എക്സ് ഇൻ്റർസെക്ഷൻ വൈ നോക്കാം. ഇൻ്റർസെക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ സിമ്പൽ ഓർത്ത് വെക്കണം. എന്നായിരിക്കും സിമ്പൽ, എന്നായിരിക്കും. അതേപോലെ യൂണിയൻ ആണെങ്കിൽ യു ആയിരിക്കും. നോക്കട്ടെ. ഇപ്പം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും. ഇത് അടുത്ത കോംപ്ലിമെന്റ് വരുന്നുണ്ട്, അത് നമുക്ക് വരുമ്പം പറയാം.
എക്സ് ഇന്റർസെക്ഷൻ വൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്, എക്സിലും വൈയിലും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് എക്സ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ സൂചിപ്പിക്കുന്നത്. നമുക്ക് കോമൺ നോക്കാം. ഇത് ഏതൊക്കെ കോമൺ വരുന്നു? ബി കോമൺ വരുന്നു, ഡി കോമൺ വരുന്നു, എ കോമൺ വരുന്നില്ല, സി കോമൺ വരുന്നില്ല. അതുകൊണ്ട് എടുക്കണ്ട. ഡിയും ബിയും മാത്രമേ ഇവിടെ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അന്നേരം നമ്മൾ എടുക്കുക ഡിയും ബിയും ഒരു സെറ്റിലാക്കി എഴുതുക. അതാണ് ഇതിന്റെ ഉത്തരം. എക്സ് ഇന്റർസെക്ഷൻ വൈ. അതിന്റെ ഉത്തരം ഇതാണ്. നമുക്ക് അടുത്ത നോക്കി നോക്കാം. ഇത് നമ്മൾ നോക്കുന്നത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റിന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പൊ എ വരുക, എ എന്ന് പറഞ്ഞുള്ള ഒരു ചോദ്യം വന്നാൽ എ ഡാഷ് എന്നായിരിക്കും ആ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ഡാഷ് ഓഫ് ദ ഫോളോയിങ്, എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എ എഴുതി ഡാഷ്, ഇത് നമ്മൾ ഡാഷ് എന്ന് പറയും. എ ഡാഷ് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി. ഇപ്പൊ എക്സ് ആണ് എക്സ്, നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യന് ഒരു ഇഷ്ടം പോലെ ഇങ്ങനെ ഇട്ട് തരും. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഇതായിരിക്കും. ഇങ്ങനെ കോംപ്ലിമെന്റ് വരുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു സംഭവം. ഇത് മാത്രം നോക്കിയാൽ മതി, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് കണക്കുകൾ നോക്കാം. ഇതിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ വെൻ ഡയഗ്രം ആണ് നോക്കേണ്ടത്. എല്ലാത്തിൻ്റെയും വെൻ ഡയഗ്രം നോക്കിക്കൊണ്ട് പോവുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ലേബറിലേക്കകത്ത് നോക്കുക. നമ്മൾ അന്നേരം ഇതിൽ നോക്കുമ്പം ചിലപ്പോഴൊക്കെ വെൻ ഡയഗ്രങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കത്തില്ല, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നിസ്സാരമാണ് സംഭവം, പക്ഷെ പഠിച്ചുകൊണ്ട് ഒന്ന് നോക്കിയെങ്കിലും പോകണം. ഇതായി അത് നമുക്ക് നോക്കാം. കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രം. ഇത് മൊത്തത്തിൽ യു, ഇത് എ ഡാഷ്, മൊത്തത്തിൽ യു, ഇത് എ ഡാഷ്, ഇത് എ, ഈ സർക്കിള് എ ആയിരിക്കും. ഇത് മൊത്തത്തിൽ യു, ഇത് ഈ ബാക്കിയുള്ള ഭാഗം എ ഡാഷ് ആയിട്ട് മാറും. നമുക്ക് ഒരു ഇതായിരിക്കും വെൻ ഡയഗ്രം. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനെല്ലാം യൂണിവേഴ്സൽ ആയിട്ടൊരു സെറ്റ് വരും. യൂണിവേഴ്സൽ സെറ്റ് വരുമ്പം അതിൽ തന്നെ എയിലും ബിയിലുള്ള എല്ലാ സംഖ്യകളും മിക്കുള്ള എല്ലാ സംഖ്യകളും കാണും. നോക്കാം നമുക്ക്. 1 2 3 4 5 6 സെറ്റ് ക്ലോസ് ചെയ്യുക. ഇനി എ തന്നിട്ടുണ്ട് 2 3, ബി തന്നിട്ടുണ്ട് 3 4 5. ഫൈൻഡ് എ ഡാഷ് ബി ഡാഷ്. നമുക്ക് ആദ്യം നോക്കി നോക്കാം. എ ഡാഷും ബി ഡാഷും നോക്കി നോക്കാം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയിലുള്ളത് ഒന്നും എടുക്കരുത്. എയിലുള്ളത് ഒന്നും എടുക്കാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് മാത്രം ഒഴിച്ച്, എയിൽ നിന്ന് ഒഴിച്ച് യൂണിവേഴ്സൽ സെറ്റിലുള്ളത് മാത്രം എടുത്തിരുന്നതാണ് എ ഡാഷ് വരുന്നത്. എയിലുള്ളത് എടുക്കാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് മാത്രം എടുത്തിരുന്നതിനാണ് എ ഡാഷ് എന്ന് പറയുക. എയിലുള്ളത് 2 3 എടുക്കണ്ട. അതായത് 1 4 5 6 എന്നിവയൊക്കെയാണ് എടുക്കേണ്ടത്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയിലുള്ള ഒന്നും എടുക്കണ്ട, ബാക്കി യൂണിയനിൽ വരുന്ന എല്ലാം എടുത്തിരുന്നു. അതായത് 1 വരെ 2 വരും, 2 വരത്തില്ല, 4 വരും, 5 വരും, 6 വരും, 2 3 വരത്തില്ല. ഓക്കെ ആണ്. ഇപ്പൊ ബി ഡാഷ് നോക്കി നോക്കാം. ബി ഡാഷിൽ നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്നത് 3 4 5 3 4 5 3 4 5 ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. 6 വരുന്നില്ല, അതുകൊണ്ട് നിരത്തി വെക്കണ്ട. 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്. അന്നേരം യൂണിയന് ഇതല്ലാതെ വരുന്നത് 2 വരും, 3 വരും, അല്ല 1 2 6 വരും. ഇത് 3 ഒഴിച്ചു നിർത്തി, ബി മാത്രം ഒഴിച്ചു നിർത്തി യൂണിയനിലുള്ള ബാക്കിയുള്ള എല്ലാം എടുത്തെഴുതുക. അതായത് 1 2
6 ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. എ യൂണിയൻ ബി. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചാണ് യൂണിയൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഒരു ചോദ്യം. നേരത്തെ തൊട്ട് മുന്നത്തെ ടോപ്പിക്ക് എ മൈനസ് ബിയും ബി മൈനസ് എയും. ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഈസിയാണ്, നോക്കിയാൽ മതി. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്ലാസ് കണ്ടാൽ മാത്രം മതി ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും ചെയ്യാൻ. അവസാനം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ഇതെല്ലാം തീരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് അതിന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ആദ്യം യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 തന്നിട്ടുണ്ട്. ഇനി എ is equal to set 2 4 6 8. B is equal to set 2 4 8 2 4 8. അതിൽ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എ ഡാഷ് കണ്ടുപിടിക്കാനും ബി ഡാഷ് കണ്ടുപിടിക്കാനുമാണ്. ആദ്യം തന്നെ എ ഡാഷ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയിലുള്ള ഒന്നും എടുക്കണ്ട, ബാക്കി യൂണിവേഴ്സൽ സെറ്റ് വരുന്ന എല്ലാം എടുത്ത് എഴുതുക. അതായത് ഇപ്പോൾ നോക്കാം, 2 4 6 8 ഇതൊന്നും എടുക്കണ്ട, ഇത് മൈൻഡ് ചെയ്യണ്ട. 2 അങ്ങ് ഒഴിച്ചു വിടുക, 4 അങ്ങ് പറഞ്ഞു വിടുക, 6 പറഞ്ഞു വിടുക, 8 പറഞ്ഞു വിടുക, ബാക്കിയുള്ളതിനെ എല്ലാം എടുത്ത് എഴുതുക. അതായിരിക്കും എ ഡാഷ് വരും. 1 വരും, 2 വരത്തില്ല, 4 വരത്തില്ല, 6 വരത്തില്ല, 8 വരത്തില്ല. ബാക്കിയുള്ള ഏതാണെന്ന് നോക്കാം. 4 വരത്തില്ല, 6 വരത്തില്ല, 8 വരത്തില്ല. ബാക്കിയുള്ളത് 3 5 7. ഇതാണ് എ ഡാഷ് വരുന്നത്. ബി ഡാഷ് വരുന്നത് നോക്കാം. ബി ഡാഷ് വരുന്നത് ബിയിലുള്ള ഒന്നും നോക്കട്ടെ, ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റ് ഇത് വരുന്ന എല്ലാം എടുത്തെഴുതുക. 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഇല്ല, 2 ഇല്ല, 4 ഇല്ല, 8 ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതാണ് ബി ഡാഷ് വരുന്നത്. ഇനി ഇതിൽ തന്നെ നേരത്തെ തന്നിരിക്കുന്ന പോലുള്ള എ യൂണിയൻ ബി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ബി ഇന്റർസെക്ഷൻ വരാനുണ്ട്, കോംപ്ലിമെന്റ് വരാനുണ്ട്, ഡിഫറൻസ് വരാനുണ്ട്. എല്ലാം നോക്കുക. കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്, ഡിഫറൻസ് അത് നോക്കാം. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി ഒരു പാർട്ട് കൂടെ തരാം. എ ഇന്റർസെക്ഷൻ യൂണിയൻ ബി ഡാഷ്. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നില്ല എന്ന് തോന്നുന്നു. ഇത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രം തന്നിട്ടുള്ളതെന്ന് വിചാരിക്കും. ഇതൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ. ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ഇന്റർസെക്ഷൻ യൂണിയൻ ബി ഡാഷ്. ഇന്റർസെക്ഷൻ അല്ല, എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇത് കണ്ടുപിടിക്കണം, പിന്നെ ഇത് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ഒരു സെറ്റാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത്. 1 3 5 6 7 ഇതായിരിക്കും എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അന്നേരം നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കണം. ഇങ്ങനെ വരുവാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് വരുവാണ്. ഇത് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് യൂണിയൻ. ഇത് രണ്ടും കൂടെ ഒരു സെറ്റാക്കി എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഇതായിരിക്കും ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത നോക്കി നോക്കാം. അടുത്ത നമുക്ക് നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ടോപ്പിക് എല്ലാം ഫിനിഷ് ആയിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്
ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ എ ആൻഡ് ബി. കാര്യമായിട്ടൊന്നും എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എഴുതുന്നു. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കുന്നതുകൊണ്ട് ലെങ്തി ആവും വീഡിയോ, അതുകൊണ്ട് നമ്മൾ അധികം നോക്കുന്നില്ല. x is a prime number less than 10. 10 താഴെയുള്ള പ്രൈം നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. x is to x ഉം is a അതൊക്കെ ഒരേ ഇതുപോലെയാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യനിലും എഴുതുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ which divisible by 12 ആണ് ആകെയുള്ള മാറ്റം. അന്നേരം അത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റി എഴുതി നോക്കാം. നല്ല കട്ടിയുള്ള ഇതിപ്പോ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് റോസർ ഫോമിലോട്ട് മാറ്റി എഴുതിയാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ ഒക്കൂ. നമുക്ക് റോസർ ഫോമിലോട്ട് മാറ്റി എഴുതുവാണെങ്കിൽ പ്രൈം നമ്പർ ലെസ് ദാൻ 10 നോക്കിക്കഴിഞ്ഞാൽ പ്രൈം നമ്പർ ലെസ് ദാൻ 10 ഏതൊക്കെയാണ്? 2, 3, 5, 7. ബി നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവിസിബിൾ ബൈ 12. നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 12 നോക്കാം. അത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12. ഇത് നമുക്ക് നോക്കാം. പലർക്കും മനസ്സിലായി കാണത്തില്ല. നമ്മൾ ഇതിന്റെ ഡിവിസിബിൾ പൂർണ്ണമായിട്ടും 0 ആക്കി കിട്ടുന്ന സംഖ്യകളാണ്. 12/12 നോക്കി കഴിഞ്ഞാൽ 0 ആണ്. 12/1 നോക്കി കഴിഞ്ഞാൽ 12 ആണ്. അതായത് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ 3/12 നോക്കി കഴിഞ്ഞാൽ 0 ആയിട്ടേ കിട്ടൂ. 12/6 നോക്കി കഴിഞ്ഞാൽ 0 ആയിട്ടേ കിട്ടൂ. അതായത് ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും 0 കിട്ടുന്ന സംഖ്യ തന്നെയാണ് ഡിവിസിബിൾ ബൈ 12. നാച്ചുറൽ നമ്പർ വിച്ച് ഡിവിസിബിൾ ബൈ 12 നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് റോസർ ഫോമിലോട്ട് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ എഴുതി. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി കണ്ടുപിടിക്കാനും എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനുമാണ്. എ യൂണിയൻ ബി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എ ഇതാണ്, ബി ഇതാണ്. എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പഠിപ്പിച്ചാണ് 2. ഇപ്പം ഇത് രണ്ടും ഒരു സെറ്റാക്കി എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി. യൂണിയൻ പറയുന്നത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് എഴുതുക 1, 2, 3, 4, 5, 6, 7, 12 ആണ് എ യൂണിയൻ ബിയിൽ വരുന്നത്. എ ഇന്റർസെക്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? കോമൺ ആയിട്ട് വരുന്നത്. എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത് നോക്കാം. 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട് കോമൺ, 5 വരുന്നില്ല, അതുകൊണ്ട് 7 വരുന്നില്ല. അതുകൊണ്ട് 2ഉം 3ഉം മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇത് 2ഉമാണ് കോമൺ ആയിട്ട് വരുന്നത്. അന്നേരം ഇത് ഇത്രയേ ഉള്ളൂ. ഈ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. എന്നിട്ട് വേരിഫൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. അത് മിക്കുള്ള ക്വസ്റ്റ്യൻ കാണുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എ യൂണിയൻ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു ബി മൈനസ് എ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. ലെഫ്റ്റിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടോട്ട് എഴുതുകയാണ്. എ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് നോക്കുക. എ യൂണിയൻ ബി. എ യൂണിയൻ ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഇത് കിടക്കൊണ്ട് ഇത്രയാണ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എയിലുള്ളത് എടുക്കുക, കോമൺ ആയിട്ടുള്ളതൊന്നും എടുക്കണ്ട. ബി നമ്മൾ ഈ ബി പാർട്ട്, ഇത് എ പാർട്ട് ബി ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത് ഇത് 2ന് കോമൺ ആയിട്ടുള്ളത് എടുക്കണ്ട.
എയിൽ ഉള്ളത് നമുക്ക് മൈൻഡ് ചെയ്യേ വേണ്ട. ബാക്കി കോമൺ ആയിട്ട് വരാത്തത് എ യൂണിയൻ ബിയിലുള്ളത് മാത്രം എടുത്ത് എഴുതുന്നതാണ്. നമുക്ക് നോക്കാം. എ യൂണിയൻ ബി മൈനസ് എ നോക്കിക്കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഇവിടെ ഉണ്ട്, മൈനസ് എ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. എ യൂണിയൻ ബിയിലുള്ളത് മാത്രം നോക്കുക, ബി നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. കോമൺ ആയിട്ടുള്ള വരുന്ന ആദ്യം നിങ്ങൾ നോക്കാം. 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 2. അതുകൊണ്ട് 2 വേണ്ട, ഇവിടെ 2 വേണ്ട, ക്യാൻസൽ ആയിപ്പോയി. അതേപോലെ 3 ഇവിടെയും വരുന്നുണ്ട്, 3 ക്യാൻസൽ ആവും. 5 ക്യാൻസൽ ആവും, 7 ക്യാൻസൽ ആവും. കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോവും. ബാക്കി വരുന്നതിനെയാണ് എ യൂണിയൻ ബി മൈനസ് എ ആണ്. നമുക്ക് നോക്കാം. സെറ്റ് ഇടുക. 1 4 6 12. ഇതായിരിക്കും എ യൂണിയൻ ബി മൈനസ് എ എന്നാണ് ഈ വരുന്നത്. ഇതായിരിക്കും ഇതിന്റെ ഉത്തരം. ഈ പാർട്ട് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ മറന്നുപോയത് ബി എ മൈനസ് എ മറന്നുപോയി. നമ്മൾ വിചാരിച്ചു ഈ ക്വസ്റ്റ്യൻ തീർന്നു. നമുക്ക് നോക്കാം. ബി മൈനസ് എ നോക്കിക്കഴിഞ്ഞാൽ ബി, അത് ബി എടുത്ത് നോക്കുക. ബി മൈനസ് എ ബി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 6 12. 5 വരുന്നില്ല, 5 വരുന്നു, സോറി 5 വരുന്നില്ല, 6 12 വരുന്നുണ്ട്. എ നോക്കിക്കഴിഞ്ഞാൽ എ പ്രൈം നമ്പർ ലെസ് ദാൻ 10, പ്രൈം നമ്പർ ലെസ് ദാൻ 10ൽ 2 3 5 7 ആണ് വരുന്നത്. വേറെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. ബിയും എയും മാത്രം മൈൻഡ് ചെയ്യുക. ആദ്യം തന്നെ പ്രിഫറൻസ് കൊടുക്കേണ്ട ബിക്കായിരിക്കും. ആദ്യം വരുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്നത് ഒഴിവാക്കുക. 2 2 ഒഴിവാക്കുക, 3 ഒഴിവാക്കുക, 5 ഇല്ല, ഒഴിവാക്കണ്ട. ബാക്കിയെല്ലാം എടുത്തെഴുതുക. 1 4 6 12. ഇപ്പം നിങ്ങൾക്ക് 5 വരുന്നില്ല, 5 വരത്തില്ല. 12 സെറ്റ് ക്ലോസ് ചെയ്യുക. അന്നേരം നമുക്ക് ഇപ്പോൾ ഒരു നോക്കാം. ഇപ്പോൾ ഇത് കിട്ടുന്നത് എ യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു 1 4 6 12. ബി മൈനസ് എ നോക്കിക്കഴിഞ്ഞാൽ ബി ഡിഫറൻസ് ആണ്. ബി മൈനസ് എ നോക്കിക്കഴിഞ്ഞാൽ 1 4 6 12. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് വേരിഫൈ ആണ്. വേരിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേരിഫൈ എ യൂണിയൻ ബി മൈനസ് എ ബി മൈനസ് എ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആയിട്ട് റൈറ്റ് ആയിട്ട് നമ്മൾ തിരിച്ച്, ഇത് ലെഫ്റ്റ് പാർട്ടും ബി അല്ല റൈറ്റ് പാർട്ടുമായിട്ട് തിരിച്ചു. ഇത് ഈക്വൽ ടു സൈൻ. ഇപ്പം നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് സെറ്റ് ഈക്വൽ ആണ് നോക്കേണ്ടത്. ഇപ്പം ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. അതായത് ഈ നമ്മൾ ഈ പ്രോബ്ലം ഫുൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈക്വൽ ടു ഇത്. നമുക്ക് അവസാനം എഴുതേണ്ടത് എ യൂണിയൻ ബി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതി സ്റ്റോപ്പ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ മാർക്കും ഇതാണ്. ഫുൾ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന പബ്ലിക് ക്വസ്റ്റ്യൻസ്. ഓണപ്പരീക്ഷയ്ക്ക് മെയിനായിട്ടും ഇതൊക്കെ തന്നെ നോക്കിക്കൊണ്ട് പോയാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി നോക്കാം. നമുക്ക് എ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് എക്സിസ്റ്റേറ്റ്സ് ഈസ് എ നാച്ചുറൽ നമ്പറിന് ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതുന്നുള്ളൂ. സമയം നീണ്ടു പോകുന്നു. 2 ≤ x ≤ 6 b x is to x. A is a prime number എന്നാണ് വരുന്നത്. നാച്ചുറൽ നമ്പർ മാർക്ക് ചെയ്തിട്ട് പ്രൈം ആയിരിക്കും വരുന്നത്. ഇവിടെ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇവിടെ പ്രൈം നമ്പർ x ≤ 7. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എയും ബിയും റോസ്റ്റർ ഫോമിലോട്ട് ആക്കി എഴുതാനാണ്. റോസ്റ്റർ ഫോമിലോട്ട് ആക്കി എഴുതാൻ ആദ്യം നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോം ആണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ
ഇതിൽ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ഈ ഈക്വൽ ടു ഡിനോട്ട് ചെയ്യുന്നത് 2 മുതൽ അതിൽ മുകളിലോട്ടുള്ളതാണ് ഈ സൈനും ഡിനോട്ട് ചെയ്യുന്നത്. അതായത് 2 മേലോട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4, 5, 6 വരെ ഉള്ളൂ ഈക്വൽ ടു. ഈ ഈക്വൽ ടു ഇല്ലേ 5 താഴെ നിൽക്കണം നമ്മുടെ എക്സ്. അന്നേരം ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രം 6 വരെയുള്ള സംഖ്യ എടുക്കണം, 2 മുതൽ 6 വരെ. ഇതിൻ്റെ ക്ലോസർ ഫോമാണ് 2 മുതൽ 6 വരെ. ഇനി ബി തന്നിട്ടുണ്ട് എക്സ് ഇസ് ടു എക്സ് പ്രൈം നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. പ്രൈം നമ്പർ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ബി എ നമുക്ക് നോക്കാം. പ്രൈം നമ്പർ 7 താഴെയുള്ള പ്രൈം നമ്പറില്ല, 7ഉം അതിൽ താഴെയുള്ള പ്രൈം നമ്പറിനാണ് ഈക്വൽ ടു സൈൻ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് 2, 3, 5, 7 ഇതാണ് ബി എ കിട്ടി. ഫസ്റ്റ് പാർട്ട് നമ്മൾ റോഷർ ഫോമിലോട്ട് മാറ്റാനുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. വേരിഫൈ, നേരത്തെ പറഞ്ഞ പോലെ വേരിഫൈ എ യൂണിയൻ ബ്രാക്കറ്റിൽ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക യൂണിയൻ സി. ഇത് വേരിഫൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഈക്വൽ ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഒന്നും കിട്ടിയില്ലേ പോലും ഈക്വൽ ആണെന്ന് എഴുതി വെച്ചാൽ വേരിഫൈ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ആയാലും എങ്ങനെന്തേലും കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്താലും അത്യാവശ്യം ഇതിനെല്ലാം മാർക്ക് തരും. പറയാൻ പറ്റത്തില്ല, മെയിൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കിട്ടത്തില്ല, അത് മെയിൻ കാര്യം. നമുക്ക് ടീച്ചറിന്റെ കണ്ണിൽ പൊടിയിടാതെ അതൊക്കെ ചെയ്യാം. ബി യൂണിയൻ സി, ആദ്യം നമുക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ട ഈ ലെഫ്റ്റിലാണ്. ലെഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എ ബി യൂണിയൻ സി, ബി യൂണിയൻ സി നോക്കിക്കഴിഞ്ഞാൽ ബിയിലും സി. സി പാർട്ട് നമ്മൾ എഴുതിയില്ലായിരുന്നു. സി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ടു എക്സ് സ്ക്വയർ 5x പ്ലസ് 6 ഈക്വൽ ടു 0. സി പാർട്ട് എക്സ് ഈസ് ടു എക്സ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. 5x പ്ലസ് 6, 5x പ്ലസ് 6 നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ടു എക്സ് നോക്കിക്കഴിഞ്ഞാൽ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റി ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി ഇത്രയും പാർട്ട് ക്വസ്റ്റ്യൻ നോക്കി നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നോക്കി ഇത്രയൊക്കെയാണ് ഈ പാഠത്തിൽ സെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ 4 മാർക്ക് വെയിറ്റേജ് വരുന്ന ഈ ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ലെങ്തിയാണ് വീഡിയോ, കുഴപ്പമില്ല. ഒന്ന് 2x ഇട്ട് സ്കിപ്പ് അടിച്ച് കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക. ഇനി ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിപ്പം തരുന്നില്ല, അധികമായ പിന്നെ ലോങ് ആവും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ലേബർ ഡേയുടെ ബാക്ക് നമുക്ക് ഫസ്റ്റ് പാഠത്തിന് തന്നെ ഓരോരോ കുറേ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, സേ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, അങ്ങനെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നോക്കി ഇതൊന്ന് ക്ലാസ് കണ്ടുക, അതൊന്ന് നോക്കുക, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഒന്ന് വർക്കൗട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ പാഠം ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.